പത്തനംതിട്ടയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അടൂർ സ്വദേശി ഷെഹനയാണ് മരിച്ചത്. ശരീരമാസകലം മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. മരണസമയം ഒരു സുഹൃത്തും വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ബഹളം കേട്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഏഴകുളം സ്വദേശിയായ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഷെഹന. ഭർത്താവുമായി ഷെഹന ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചു. തൃശൂരിൽ വർക്ക്ഷോപ്പ് കത്തി നശിച്ചു. ചാഴൂർ വടക്കേ ആലിന് സമീപത്തെ 2 വീലർ വർക്ക്ഷോപ്പിനാണ് തീപിടിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ വാഹനങ്ങളും കത്തി നശിച്ചു. തൃശൂരിൽ നിന്നും നാട്ടികയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിൽ വൻതോതിൽ വാറ്റുചാരായവും കഞ്ചാവും കൈവശം വെച്ച 2 യുവാക്കളെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട റാന്നി പോലീസ്. പുതുശ്ശേരിമല സ്വദേശികളായ ജസ്റ്റിൻ തോമസ്, ബിജീഷസ് വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23.25 ലിറ്റർ വാറ്റുചാരായവും 48.31 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഒന്നാം പ്രതി ജസ്റ്റിൻ തോമസിന്റെ വീടിന് പിൻവശത്തായി ഒരു കുഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു ചാരായം ഒളിപ്പിച്ചിരുന്നത്. ഇയാളുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് കഞ്ചാവും കണ്ടെടുത്തത്. തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലറും അയോഗ്യരാകാൻ പോകുന്നില്ലെന്ന് മേയർ വി രാജേഷ്. 5 വർഷവും നന്നായി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കോടതിയുടെ നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കുമെന്നും വി രാജേഷ് പറഞ്ഞു. ഈ ടേമിൽ ആരും അയോഗ്യരാകാൻ പോകുന്നു. അയോഗ്യരാകുന്ന സാഹചര്യം ഉണ്ടാകാതെ മേയർ എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കും. ഭരണസമിതി എല്ലാവരെയും പരസ്പരം സംരക്ഷിക്കാൻ മുന്നോട്ട് പോകും. അവർ ഭരണസമിതി തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഭരണസമിതി നന്നായിട്ട് നിങ്ങളൊക്കെ സഹപ്രവർത്തനം തിരുവനന്തപുരത്തുണ്ടല്ലോ. നിങ്ങൾ പൊതുസമൂഹത്തോട് അന്വേഷിച്ചു. ഇനി ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകും, മാധ്യമപ്രവർത്തകരോ ജനങ്ങളോ ഒക്കെ ഞങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് അങ്ങോട്ട് തന്നെ പറയും.